ഡോക്ടർ അനിൽ മേനോൻ അടക്കം 3 സഞ്ചാരികളുമായി കസാഖിസ്ഥാനിൽ നിന്ന് സോയൂസ് 2.1 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ഒരു മലയാളി ബഹിരാകാശത്ത് എത്തുന്നുവെന്ന ചരിത്ര നേട്ടം കുറിക്കുന്ന ദൗത്യത്തിനാണ് ഇതോടെ തുടക്കമായത്. സോയൂസ് 2.1 റോക്കറ്റിലേറി കുതിച്ചുയർന്ന ആ പേടകത്തിൽ അനിലിനൊപ്പം റഷ്യക്കാരായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരും ഉണ്ട്. രാത്രി 11:26 സോയൂസ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. 15-ന് പുലർച്ചെ 1:30 മൂന്നംഗ സംഘം നിലയത്തിലേക്ക് കയറുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 8 മാസത്തെ ദൗത്യശേഷം അടുത്ത വർഷം ഏപ്രിലിൽ ആയിരിക്കും മടക്കം. ബഹിരാകാശ നിലയത്തിലെ എക്സ്പെഡിഷൻ 74ന്റെ ഭാഗമാകാനാണ് യാത്ര. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോന്റെ മകനായ അനിൽ ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണെങ്കിലും ഈ നേട്ടം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. ഹാർവാർഡിൽ നിന്ന് ന്യൂറോബയോളജിയിൽ ബിരുദവും സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയ അനിൽ വെറുമൊരു സാധാരണക്കാരനല്ല. സ്പേസ് എക്സിന്റെ ആദ്യ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. 2014 മുതൽ നാസയിൽ ഫ്ലൈറ്റ് സർജനായി പ്രവർത്തിച്ചു വരികയാണ്. സ്പേസ് എക്സ് ജീവനക്കാരിയായ അന്ന മേനോനാണ് അനിലിന്റെ ഭാര്യ. അനിൽ മേനോന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. 2021 ഡിസംബറിൽ ബഹിരാകാശ ദൗത്യത്തിനായി നാസ തെരഞ്ഞെടുത്ത അദ്ദേഹം ഏജൻസിയുടെ ഗ്രൂപ്പ് 23-ൽ പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോൻ അടുത്ത ബഹിരാകാശ ദൗത്യത്തിനുള്ള ഗ്രൂപ്പ് 24ലേക്ക് 2025 സെപ്റ്റംബറിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്ന മേനോൻ മുൻപും ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട്, എന്നാൽ നാസയുടെ ഭാഗമായല്ല. സ്പേസ് എക്സിൽ ജീവനക്കാരിയായിരിക്കെ 2024 സെപ്റ്റംബറിലായിരുന്നു ആ യാത്ര. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കുള്ള സ്പേസ് എക്സിന്റെ പോളാരിസ് ഡോൺ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു അവർ. നിലവിലെ നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസ്മാൻ ഫണ്ട് ചെയ്തതും കമാൻഡ് ചെയ്തതുമായ 5 ദിവസത്തെ ദൗത്യമായിരുന്നു അത്. അനിൽ മേനോനും മുമ്പ് സ്പേസ് എക്സിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കമ്പനിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജൻ ആയിരുന്നു. അനിൽ മേനോനൊപ്പമുള്ള ദുബ്രോവിനും കിക്കിനയ്ക്കും MS-29 ദൗത്യം അവരുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയാണ്. ദുബ്രേവ് 2021 ഏപ്രിലിനും 2022 മാർച്ചിനും ഇടയിൽ ISS-ൽ താമസിച്ചിരുന്നു. കിക്കിന 2022 ഒക്ടോബർ മുതൽ 2023 മാർച്ച് വരെ 5 മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഒരു മലയാളി ബഹിരാകാശത്ത് എത്തുന്നുവെന്ന ചരിത്ര നേട്ടം കുറിക്കുന്ന ദൗത്യത്തിനാണ് ഇതോടെ തുടക്കമായത്.